തലശ്ശേരിയിൽ ജോലി ചെയ്ത കാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ച ADGP എസ് ശ്രീജിത്ത് 10 ദിവസം ഞങ്ങൾ വെട്ടും കുത്തും ബോംബെറിഞ്ഞും പരസ്പരം ബഹുമാനിച്ചും കഴിയും. ബാക്കിയുള്ള ദിവസങ്ങളിൽ സാറേ ഞങ്ങളാണ് ബോംബെറിഞ്ഞതെന്ന് പറയും. അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ വേണ്ട സാറേ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നോളാം എന്ന് പറയുന്ന മനുഷ്യരെയാണ് താൻ തലശ്ശേരിയിൽ പണ്ട് കണ്ടതെന്നും ഇത് അവിടെ ജീവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂവെന്നും എസ് ശ്രീജിത്ത് പറഞ്ഞു. കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച നവാസ് മേത്തർ രചിച്ച ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ADGP തലശ്ശേരിയിൽ ജോലി ചെയ്ത കാലത്തെ അനുഭവങ്ങൾ നർമ്മത്തിൽ പൊതിഞ്ഞ് പങ്കുവച്ചത്. 10 ദിവസം പക്ഷേ ഞങ്ങൾ വെട്ടും കുത്തും ബോംബെറിഞ്ഞും പരസ്പരം ബഹുമാനിച്ച് കഴിയുന്ന ഒരു 10 ദിവസം ഉണ്ടാവും. ആ 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബാക്കി എന്താ പറയുക ഒരു 180 ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് 100 വൈകുന്നേരം വന്നിട്ട് സാറേ ഞങ്ങൾ അതിന് ബോംബെറിഞ്ഞേ എന്ന് പറയാൻ മനസ്സ് കാണിക്കുന്ന കുറേ ആളുകൾ. അപ്പം ഞാൻ പറയും നാളെ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തു, നാളെ ഞാൻ സ്റ്റേഷനിൽ വന്നോളാം സാർ എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു അതവിടെ ജീവിച്ച് ഉള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ. ബോംബേറിൽ പരിക്കേറ്റ കേരളത്തിലെ ആദ്യത്തെ IPSകാരൻ താനാണ്. അന്ന് തന്നെ വാരിയെടുത്തവരിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ സദസ്സിലുണ്ട്. അനിൽ എന്നാണ് അയാളുടെ പേര്. പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്നപ്പോൾ തലശ്ശേരിക്കാരുടെ സ്നേഹം നന്നായി അനുഭവിച്ചു. തലശ്ശേരിക്കാർക്ക് തന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ തന്നെ ക്ഷണിച്ചത്. പോലീസുകാർക്ക് വേണ്ടി താൻ നന്ദി പറയുന്നു. പുസ്തകത്തിൽ കടിഞ്ഞൂൽ പ്രസവം എന്ന അധ്യായത്തിലെ ഉമ്മയുടെ പ്രസവരംഗം നേരിട്ട് കാണുന്ന അനുഭവമാണ് വായനയിൽ ലഭിച്ചത്. വായനയിലുടനീളം നവാസ് മേത്തർ നമ്മോട് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയതെന്നും ADGP പറഞ്ഞു. കണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആശുപത്രിയിൽ ബോംബാക്രമണമായിട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ കേവലം 72 കിലോ ഉണ്ടായിരുന്ന ഞാൻ 86 കിലോയായി മാറിയത് അവിടെയുള്ള ഉമ്മമാരുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. എല്ലാവരും എനിക്ക് ദിവസവും രാവിലെ ഹോസ്പിറ്റലിലേക്ക് പലതരത്തിലുള്ള മട്ടൺ തിന്ന് അപ്പോൾ ഞാനിത് പിന്നെ 72 കിലോ ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഇതിൻ്റെ ദോഷം തീർക്കാനാന്ന് പറഞ്ഞ് ഗുരുവായൂർ തുലാഭാരത്തിലൂടെ 86 എന്ന് പറയുമ്പോൾ വേറെ ആരുടെ വയസ്സ് പറയാമെന്ന് ഞാൻ കരുതിയത്. ഇതിന് മുഴുവൻ കാരണക്കാർ തലശ്ശേരിക്കാരാണ്. നവാസിനൊക്കെ ഒരുപാട് പങ്ക് എൻ്റെ ജീവിതത്തിലുണ്ട്. ആ ജീവിതത്തിൽ ഉണ്ടായ പങ്കിനേക്കാൾ ഉപരി അത് എഴുതിയത് വായിക്കുമ്പോൾ കുറച്ച് ആദ്യത്തെ അധ്യായങ്ങളും ഒരു കടിഞ്ഞൂൽ പ്രസവത്തിനെ കുറിച്ചൊക്കെ വായിച്ചു. ഉമ്മ പ്രസവിച്ചൊക്കെ എഴുതി വെക്കുമ്പോൾ അത് ശരിക്കും കൃത്യമായി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാം കാണാം, നമുക്ക് കാണാം. തിരുവനന്തപുരം നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ADGP എസ് ശ്രീജിത്താണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.